സംഘാടക സമിതിയുടെ അഗൈതവുമായ കൃതജ്ഞത. ഈ ക്യാമ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കുന്നത് വിശ്വാസ വിശുദ്ധി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മൗലവി ഷഫീഖ് അസ്ലം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ISMന്റെ കർമ്മധീരരായ ചെറുപ്പക്കാരെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് വിശ്വാസ വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് പരിമിതമായ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ പന്തലിലേക്ക് ആളുകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേഗം മുന്നിലേക്ക് കയറിയിരുന്ന് പുറത്തുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം സഹകരിക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുന്നത്. പിന്നിലുള്ള ആളുകൾ വേഗം പന്തലിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലകളിലും മാസങ്ങളായി നടന്നുവന്ന വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ച് നടന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഗംഭീരമായ പരിസമാപ്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഈ വിഷയകമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂന്നി നിന്ന് ചിലത് സംസാരിക്കാനാണ് ഈ ISMന്റെ കർമ്മധീരരായ പ്രവർത്തകരോടും സഹോദരിമാരോടും ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഇതിനെക്കുറിച്ച് എല്ലാ പ്രഭാഷകന്മാരും, നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അറിയേണ്ട പ്രത്യേകമായ ചില വിഷയങ്ങൾ, തൗഹീദിനെ കുറിച്ച്, ഷിർക്കിനെ കുറിച്ച് ആളുകൾ അതിനെക്കുറിച്ചും പറഞ്ഞും വിശദീകരിച്ചും കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സഹോദരന്മാരെ, എല്ലാ പ്രവാചകന്മാരും രണ്ട് വിഷയം ഒരുമിച്ചാണ് ആളുകളോട് പറഞ്ഞത്. നിങ്ങൾക്കൊരു അല്ലാഹു ഉണ്ട്, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, എങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ സമാധാനം കിട്ടും എന്നല്ല പ്രവാചകന്മാർ പറഞ്ഞത്. നിങ്ങൾക്കൊരു അല്ലാഹു ഉണ്ട്, ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? ആ അല്ലാഹുവാണ് നിങ്ങളെ വിചാരണ ചെയ്യുന്നവൻ, ആ അല്ലാഹുവാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ആ അല്ലാഹുവാണ് സ്വർഗവും നരകവും കൈകളിലുള്ളവൻ, ആ അല്ലാഹുവിനാണ് ഈ ലോകത്തിന്റെ അധികാരം, ആ അല്ലാഹുവിന് മറവിയില്ല, ആ അല്ലാഹുവിന് ഉറക്കില്ല, ആ അല്ലാഹുവിന് വീഴ്ചകളില്ല, ആ അല്ലാഹുവിന് മരണമില്ല, ആ അല്ലാഹു സർവ്വ ചരാചരങ്ങളുടെയും സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമാണ്.
ആ അള്ളാഹുവിനെ അതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതായത് നിങ്ങളെ വിചാരണ ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ അക്ഷരങ്ങളും അക്കങ്ങളും വിചാരണ ചെയ്യുന്ന ആ റഹ്മാന്റെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനെ വിശ്വസിക്കണം, അവനെ മാത്രം ആരാധിക്കണം. നിങ്ങളെ ആയത്ത് നോക്കൂ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല തന്നെ. ഒരാളുടെയും ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. ആരുടെയും പ്രായച്ചിത്തങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ആർക്കും ആരെയും സഹായിക്കാനും സാധ്യമല്ല. അങ്ങനെയുള്ള ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനെ. അതുകൊണ്ട് യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ പടച്ച, നിങ്ങളുടെ മുൻഗാമികളെ പടച്ച ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. ആരാണ് ആ പടച്ചവൻ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. അല്ലാഹു പറഞ്ഞത് ആകാശങ്ങളുടെ അധിപൻ അല്ലാഹുവാണ്, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിന്റേതാണ്. ആ അല്ലാഹു തആല അവനാണ് നിങ്ങളെ പടച്ചത്, നിങ്ങളെ മുമ്പുള്ളവരെയും പടച്ചവനവനാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിനോട് ആരെയും പങ്കു ചേർക്കരുത്, അവന് സമന്മാരെ പങ്കാളികളെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ. അതുകൊണ്ട് പരലോകം അല്ലാഹുവിന്റേതാണ്. ആ പടച്ചവനാണ് നിങ്ങളെ വിചാരണ ചെയ്യുന്നത്. ആ പടച്ചവൻ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതും ജീവിതത്തിലെ മുഴുവൻ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ ആ അല്ലാഹുവാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ആ അല്ലാഹു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ശുപാർശക്ക് വഴങ്ങുന്നവരല്ല. തിണ്ടം കൊടുത്ത് പ്രായച്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടതില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ പരസ്യങ്ങൾ അറിയുന്ന ആ പടച്ചതമ്പുരാൻ എല്ലായിടത്തുമുണ്ട്. ആ അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലേക്ക് നിങ്ങൾ കടന്നുപോയാലും, ആൾക്കൂട്ടത്തിലായാലും വിജനമായാലും കടലിനടിയിലായാലും കരയ്ക്ക് മേലെയായാലും ആകാശത്തിന്റെ മേലെയായാലും അല്ലാഹു അറിയാതെ, അല്ലാഹു കാണാതെ, അല്ലാഹു കേൾക്കാതെ ഒരു സംഗതിയും നടക്കുന്നില്ല. അതുകൊണ്ട് ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സ്വഹറാ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ലുഖ്മാൻ നബി അലൈഹിസ്സലാം സ്വന്തം മോനോട് പറയുന്നതാണിത്. ആദ്യത്തെ ഉപദേശമാണിത്. പൊന്നുമോനെ, ആകാശങ്ങളുടെ ഏതെങ്കിലും ഒരു കോണിലായി, ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിലായി, ഒരു വലിയ പാറക്കകത്ത് വെച്ചായി നീ ഒരു പ്രവർത്തനം ചെയ്യുന്നു, അവിടെയാണ് നീ നിലകൊള്ളുന്നതെങ്കിൽ എങ്കിൽ പോലും ആ അല്ലാഹു നിന്നെ കൊണ്ടുവരും, ആ പ്രവർത്തനവും കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ അല്ലാഹുവാണ് ലോകത്തിന്റെ രക്ഷിതാവ്. ഈ അല്ലാഹുവിന് മയക്കമില്ല, ഉറക്കമില്ല. പ്രവാചകന്മാരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ, ലോകത്ത് അഷ്റഫുൽ ഖൽഖ് എന്ന് വാഴ്ത്തപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന് നമ്മൾ കൊടുത്ത പേര് അഷ്റഫുൽ ഖൽഖ് എന്നാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ റസൂലുള്ളാഹ് മറന്നുപോയിട്ടുണ്ട്. ആ റസൂലുള്ളാഹ്ക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹ്ക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ രോഗം വന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചില്ലാത്ത ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, താങ്കൾ മരിക്കും, അവരും മരിക്കും. ആ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ, നമ്മുടെ ദുരിതങ്ങൾ അറിയാൻ, നമ്മുടെ പ്രയാസങ്ങൾ അറിയാൻ ജീവിച്ചിരിപ്പുള്ള റസൂലുള്ളാഹിക്ക് പോലും സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടില്ല.
ആലോചിച്ചു നോക്കൂ നിങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളേറെ വലിയ ഒരു മഹാനെ ഈ ലോകം പ്രസവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളേറെ നല്ല ഒരു മനുഷ്യനെ ഈ ദുനിയാവ് കണ്ടിട്ടില്ല. ആ റസൂലുള്ളാഹ് അദ്ദേഹം ജീവിച്ചിരിക്കെ ആ പ്രവാചകന് ഒരു ഉപകാരവും ഈ ലോകത്ത് ചെയ്യാൻ കഴിയാത്ത അതിദാരുണമായ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് ആലോചിച്ചാൽ അറിയാം. പ്രവാചക തിരുമേനിയുടെ ഒരു മുടിയല്ല, പ്രവാചക തിരുമേനിയുടെ ഒരു കൈയല്ല, റസൂലുള്ളാഹിയുടെ ഒരു കാലല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവനായി ജീവിക്കുന്ന ആ അവസ്ഥയിൽ പ്രവാചക തിരുമേനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായി. ദുരിതങ്ങൾ മാറ്റാൻ കഴിയാത്ത, പ്രയാസങ്ങൾ മാറ്റാൻ കഴിയാത്ത നൂറുകണക്കിന് സംഭവങ്ങൾ പ്രവാചകനെ നോക്കി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വന്തം സഹധർമ്മിണിമാർക്ക്, സ്വന്തം ഭാര്യമാർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് സാധിക്കുന്നില്ല. നമ്മൾക്കറിയാമല്ലോ, പ്രവാചകനിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടാൻ, പ്രവാചകനിൽ നിന്നൊരു മകനെ കിട്ടാൻ, പ്രവാചകനിൽ നിന്നൊരു മകളെ കിട്ടാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും നമ്മുടെ ഉമ്മമാർ. ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ പത്നിമാർക്ക് മക്കളെ കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചിട്ടില്ല. പ്രവാചകന്റെ ബർക്കത്ത് കമ്മിയല്ല, അതിന് അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനിക്ക് അങ്ങനെ ഒരു കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോ ഏതൊരു മഹാനാണ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തത് എന്ന് ഈ പറയുന്ന കോജരാജാക്കന്മാരും ഇന്നുവരെ ഈ ലോകത്തോട് പറഞ്ഞിട്ടില്ല. ഇന്ന മഹാന്, ഇന്ന പ്രവാചകന്, ഇന്ന നേതാവിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് ഏത് ഖുർആൻ പറഞ്ഞതാണ്? ഏത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്? അങ്ങനെ ഈ മുസ്ലിം ലോകത്തിന് അറിയില്ല. ആ പ്രവാചകന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ആ റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ പ്രവാചകന്റെ അടുത്ത് ഭാര്യമാർ വന്ന് പറയുന്ന വാക്ക് നോക്കുക. അള്ളാഹുവിന്റെ റസൂലേ, റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും കുടുംബങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ രാജ്ഞിമാരെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ഉടയാടകളെ കുറിച്ച്, അവരുടെ ആഭരണങ്ങളെ കുറിച്ച്, അവരുടെ ഭക്ഷണങ്ങളെ കുറിച്ച്, അവരുടെ സൗകര്യങ്ങളെ കുറിച്ച്, അവരുടെ മേലാപ്പുകളെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയുടെ ഭാര്യമാരാണ്, അങ്ങ് പ്രവാചകനാണ്. ഞങ്ങളുടെ ഈ എരിയുന്ന വയറുകൾക്ക്, ഞങ്ങളുടെ കഷ്ടപ്പെടുന്ന ദുരിതപ്പെടുന്ന ഈ ജീവിതത്തിന് ഒരു പരിഹാരം നിശ്ചയിച്ചു തരൂ. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി മറഞ്ഞു പോയിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. ആ പ്രവാചകനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവാണ് മറുപടി പറഞ്ഞത്. ആ റസൂലുള്ളാഹി ഇൻ കുൻതുന്ന തുരിദനൽ ഹയാത്തദ് ദുനിയാ വസീനത്തഹാ, നിങ്ങൾ ഈ ദുനിയാവിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതിന്റെ അലങ്കാരങ്ങളെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തആലൈന, നിങ്ങൾക്ക് വരാം. നിങ്ങളെ ഞാൻ നല്ല നിലയിൽ ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല, നല്ല നിലയിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന മത്താഴ് നൽകി ഞാൻ നിങ്ങളെ പിരിച്ചയക്കാം. ആലോചിച്ചു നോക്കൂ. ആ പട്ടിണി കിടക്കുന്ന വയറുകൾക്ക് എന്തെങ്കിലും ഒരു അന്നം കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് അദൃശ്യമായ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, പറയാൻ അള്ളാഹു പറഞ്ഞല്ലോ, ലാ അംലികു ലിനഫ്സി ലറം വലാ റശദാ, എനിക്ക് തന്നെയും എന്തെങ്കിലും ഒരു ഉപദ്രവത്തിന്റെ കാര്യത്തിലോ മാർഗദർശനത്തിന്റെ കാര്യത്തിലോ ഒരു ഉടമപ്പെടുത്തൽ, ഒരു അധികാരം അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യമറിയുകയില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂഅ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ഒരു ദുരിതവും പിടികൂടുമായിരുന്നില്ല, ഒരു പ്രയാസവും എന്നെ പിടികൂടുമായിരുന്നില്ല. ധാരാളം നന്മകൾ, അനുഗ്രഹങ്ങൾ എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു. ആലോചിച്ചു നോക്കൂ. ആ പ്രവാചകന്റെ വീട്ടിൽ റസൂലുള്ളാഹിയുടെ മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ ഉമ്മയോട് സഹാബത്ത് ചില കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ വർത്തമാനം ചോദിക്കുമ്പോ തിരുമേനിയോട്, പ്രവാചകന്റെ ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു, ഉമ്മ, അന്ന് വീട്ടിൽ കണ്ണ് കാണാതിരിക്കാൻ വിളക്കുകൾ തെളിച്ചിരുന്നില്ലേ, വിളക്കുകൾ കത്തിച്ചിരുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയുമോ? പ്രവാചകപത്നി സ്വർഗത്തിൽ പോകുമെന്ന്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാർ സ്വർഗത്തിൽ പോകുമെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അന്ന് വിളക്കിലൊഴി
കുടിക്കാനുള്ള എണ്ണയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശപ്പടക്കാമായിരുന്നു. ആ പ്രവാചകന്റെ പത്നിമാരാണ് റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ചത്. റസൂലുള്ളാഹിയുടെ ഒരു മുടിയല്ല, പ്രവാചകൻ തന്നെ ജീവിച്ച വീടിന്റെ അവസ്ഥയാണിത്. 6 മാസക്കാലത്തോളം പ്രവാചകന്റെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഈ പുരോഹിതന്മാർ പറഞ്ഞു തന്നതാണ്. ഇവര് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞതാണ്, ഇവര് വയല് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ആ ഹദീസുകളിൽ പറഞ്ഞതിന്റെ മർമ്മം ഇന്ന് നമ്മൾക്കറിയാം. എന്നിട്ടും റസൂലുള്ളാഹിക്ക് ആ വിശപ്പടക്കാൻ സാധിക്കുന്നില്ല, തീരുന്നില്ല. റസൂലുള്ളാഹിയുടെ 2 പേരക്കുട്ടികൾ ആ പ്രവാചകന്റെ കൈകളിൽ കിടന്നാണ് മരിച്ചത്. പ്രവാചകന്റെ കൈകളിൽ കിടന്ന് മരിച്ച, നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ പേരക്കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. ദുനിയാവ് മുഹിയുദ്ദീൻ ശൈഖിനെ ഒരുപാട് പ്രസവിച്ചിട്ടുണ്ടാകും, അതിലേറെ മഹാന്മാരായ ആളുകളെ പ്രസവിച്ചിട്ടുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മഹാനായ ഒരു മനുഷ്യനെ ഈ ദുനിയാവ് പ്രസവിച്ചിട്ടില്ല. ഈ ദുനിയാവിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ കുടുംബത്തിലെ ദുരിതത്തിന്റെ കാഴ്ചയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ അവിടുത്തെ കൈകളിൽ കിടന്നു മരിക്കുക. ഇബ്രാഹിം എന്ന അവസാനത്തെ ആൺകുട്ടി പ്രവാചകന്റെ മുമ്പിൽ കിടന്നു മരിക്കുമ്പോ റസൂലുള്ള വേദന കൊണ്ട് പറഞ്ഞു, യാ ഇബ്രാഹിം ഇന്നി മഹ്സൂനുൻ ബിഫിറാഖിക യാ ഇബ്രാഹിം, മോനെ നിന്റെ മരണത്തിൽ ഞാൻ അങ്ങേയറ്റം വ്യസനിക്കുന്നവനാണ് മോനെ. പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞാൻ എന്റെ വാക്കുകൊണ്ട്, എന്റെ നാവുകൊണ്ട് പറയുകയില്ല. ആ റസൂലുള്ളാഹിയുടെ പൊന്നാര മോൻ ഇവിടെ അവസാനം അദ്ദേഹവും മരിച്ചുപോയി. ഓരോ കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നു. അറിയുമോ നിങ്ങൾക്ക്, നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണിത്. നമ്മൾക്ക് പ്രയാസം കൊണ്ടുവരാൻ, നമ്മൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ, നമ്മൾക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ പടച്ചവനല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നതിന് പ്രവാചകനോളം ഉദാഹരണം വേറെ ആരെയും പറയേണ്ടതില്ല. നോക്കൂ നിങ്ങള്, പ്രവാചകന്റെ അമ്മോശങ്കാക്കയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്തുണ്ടായി? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ പോലെ മരിച്ചുപോയി. എന്നാൽ ഉമറിനെ എടുക്കൂ നിങ്ങള്, റസൂലുള്ളാഹിയുടെ അമ്മോശങ്കാക്ക ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവ് കൊല്ലപ്പെടുകയാണുണ്ടായത്, കൊല ചെയ്യപ്പെടുകയാണുണ്ടായത്. സ്വന്തം അമ്മോശങ്കാക്കയെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനോ, ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമെന്ന് പറയാനോ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു, തീർന്നിട്ടില്ല. രണ്ടാമത്തേത് ആലോചിച്ചു നോക്കണം നിങ്ങൾ. മൂന്നാമത്തെയാള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ അത്ഭുതകരമായ, ആശ്ചര്യകരമായ, എന്നാൽ ദുരിതപൂർണമായ ഒരു സംഭവമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യനാളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്ത് വെട്ടാൻ വരുന്ന പോത്തുകളോട് വേദമോതുന്നവൻ എന്ന് ആരെക്കുറിച്ചെങ്കിലും പറയാമെങ്കിൽ നിങ്ങൾക്കറിയുമോ, സാധുവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണക്കയത്തിൽ നിന്ന്, വാളിന്റെ മുമ്പിൽ നിന്ന് ആളുകളോട് സംസാരിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചുറ്റുഭാഗത്തും അദ്ദേഹത്തെ കൊല്ലാൻ, അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന സമയത്ത് വീടിന്റെ മട്ടുപ്പാവിൽ കയറി അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക. നിങ്ങൾക്കെന്നെ കൊല്ലണം, നിങ്ങൾക്കെന്നെ കൊല ചെയ്യണം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 3 കാര്യങ്ങളുടെ പേരിലാണ് ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ ഞാൻ ഒരാളെ കൊല്ലണം, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല ചെയ്യുന്നത്? 2, ഞാൻ വ്യഭിചരിക്കണം. പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഞാൻ വിവാഹിതനാണ്. ഞാൻ വിവാഹം ചെയ്തവനായിക്കൊണ്ട് വ്യഭിചരിച്ചാൽ നിങ്ങൾക്ക് അവസാനമായി എന്നെ കൊല്ലുകയാവാം, പക്ഷെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, അതും നിങ്ങൾക്കറിയാം. മൂന്നാമത്തേത്, ഞാൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി മുസ്ലിങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കണം. ഞാൻ ഇപ്പോഴും മുസ്ലിമാണ്. നിങ്ങൾക്ക് ഇമാമ് നിന്ന് നമസ്കരിച്ചു വന്ന ആളാണ് ഞാൻ. ഈ ഉസ്മാനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല ചെയ്യുന്നത്? ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കൈകൾ നിങ്ങൾക്കറിയുമോ?
അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആൻ എഴുതാനേൽപ്പിച്ച കൈകളാണിത്. നിങ്ങൾ നമസ്കരിച്ച പള്ളിയുണ്ടല്ലോ, ആ പള്ളി വിശാലമാക്കാൻ ആരാണ് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി പണം നൽകുക എന്ന് പറഞ്ഞപ്പോ ആ പണം നൽകിയ ഉസ്മാനാണ് ഞാൻ. അപ്പള്ളിയിൽ നിസ്കരിച്ചിട്ടാണ് നിങ്ങൾ എന്റെ നേരെ കൊലവിളി നടത്തുന്നത്. നിങ്ങൾ വയറ് നിറച്ച് വെള്ളം കുടിച്ചു വന്ന കിണറുണ്ടല്ലോ, ആ കിണറ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ദിർഹമുകൾ കൊടുത്ത് വാങ്ങിക്കൊടുത്ത ഉസ്മാനാണ് ഞാൻ. നിങ്ങൾ എന്നെയാണ് കൊല ചെയ്യുന്നത്. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പ്രവാചകന്റെ മരുമകനെ രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാനും ഫിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്റെ മരുമകനെ, സ്വന്തം ബീജത്തിൽ പിറന്ന പെൺകുട്ടികളെ കൂടെ ജീവിച്ച, കൂടെ നടന്ന, കൂടെ അനുഭവിച്ച ആ മഹാനായ മനുഷ്യനെ അറുകൊല ചെയ്തു, കഴുത്തുവെട്ടി കുന്തത്തിൽ കുത്തി നാട്ടി ആളുകൾ ആഘോഷിക്കുകയുണ്ടായി. പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് സ്വന്തം മരുമകനെ മരണശേഷം രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് തലയില്ലാത്ത ഒരു മുടിയുമായി ലോകത്തിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ മുക്കുമൂലകളിൽ നടന്ന് ഈ മുടി നിങ്ങൾക്ക് ബർക്കത്ത് കൊണ്ടുവരുമെന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുമെന്നും പറയുന്ന പൗരോഹിത്യത്തിന്റെ കുടിലമായ ഈ വ്യാവസായിക കച്ചവട കുതന്ത്രത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മുജാഹിദുകൾ മുമ്പിട്ടിറങ്ങിയത് നമ്മൾക്കറിയാമായിരുന്നു. അത് ഒറിജിനലായ മുടിയാണെങ്കിൽ, ആ മുടി ഒറിജിനൽ ആണെങ്കിൽ, പ്രവാചകന്റെ മുടി തന്നെയാണെങ്കിൽ അതിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രസംഗിച്ച ആളുകൾ ഇന്ന് മുജാഹിദുകളല്ലാതെയായത് ഈ ഒരു ദുരിതം കൊണ്ടാണ്. പടച്ചവനല്ലാതെ, അല്ലാഹുവല്ലാതെ ബർക്കത്ത് തരുന്നവൻ ആരുമില്ല, പടച്ചവനല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ ആരുമില്ല എന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. ആ വിശ്വാസത്തിനാണ് ഇവിടെ, അതിന്റെ കടക്കലാണ് ഇവിടെ കത്തിവെക്കുന്നത്. തീർന്നിട്ടില്ല. ആ പ്രവാചകന്റെ അവസാനത്തെ ആളെ നോക്കൂ നിങ്ങള്. മരുമകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കവിത രചിക്കപ്പെട്ടിട്ടുള്ള മഹദി ഒരുപക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അതിന്റെ പിന്നിൽ ഷിയകളാണ്. ഈ ഷിയാക്കള് ആദരവോടെ പറയുന്ന, എന്നാൽ മുസ്ലിങ്ങൾക്ക് നമ്മുടെയൊക്കെ സ്വർഗത്തിലെ നേതാവായി അറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നതിനിടയിൽ കുത്തേറ്റ് കുടൽമാലകൾ മണലിലേക്ക് വീണ് ആ കുടൽമാലകൾ വാരിപ്പൊത്തി ഒരു നിമിഷം ഏതാനും സമയം സംസാരിക്കാനുള്ള സമയമല്ലാതെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ മരുമകന, ഫാത്തിമയുടെ ഭർത്താവാണ്. എന്നിട്ടെന്തേ പ്രവാചകന്റെ മരണശേഷം കബറിൽ കിടക്കുന്ന, ചാണകൾ നടന്നാലെത്താവുന്ന, ഒരുപാട് ദൂരമില്ലാത്ത ആ റസൂലുള്ളാഹ് ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ സ്വന്തം മരുമക്കളെ, രണ്ടു മക്കൾ അറുകൊല ചെയ്യപ്പെടുമ്പോ അതിനെതിരെ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് പറ്റിക്കാനെങ്കിലും സാധിക്കാതെ പോയത് ആലോചിക്കണം മുസ്ലിങ്ങള്. ഇത് മുജാഹിദികൾ മാത്രം ആലോചിച്ചാൽ പോരാ, എല്ലാവരും ആലോചിക്കണം. പറഞ്ഞു വന്നത്, നമ്മൾക്ക് ദുരിതം വരുത്താൻ, നമ്മൾക്ക് പ്രയാസം വരുത്താൻ അള്ളാഹുവിനല്ലാതെ സാധിക്കുന്നവരില്ല, പടച്ചവനല്ലാതെ സാധിക്കുകയില്ല. നമ്മൾ എന്തേ നമസ്കാര ശേഷം പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം, പടച്ചവനെ നീയാണ് രക്ഷകൻ, വമിൻകസ്സലാം, നിന്നിലാണ് രക്ഷ. ഇത് പറയുന്ന നമ്മള് അടുത്ത വചനം ചൊല്ലുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖദൈത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ, നീ തടഞ്ഞതിനെ തരാൻ ആർക്കും ലോകത്ത് സാധ്യമല്ല. വലാ റദ്ദ ലിമാ ഖദൈത, നിന്റെ വിധിയെ തടുക്കാൻ സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്, അധികാരമുള്ള, സമ്പത്തുള്ള, തറവാടിന്റെ വലുപ്പമുള്ള, ഒരുപാട് സൗകര്യങ്ങളുള്ള ഏതൊരാളും അവരുടെ പരിശ്രമം കൊണ്ട് നിന്റെ വിധിയെ തടുക്കാനോ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമല്ല. അതാണ് അല്ലാഹു തആല. ആ അല്ലാഹുവിന്റെ അടുത്തേക്കാണ് ആരാധനകൾ ചെല്ലേണ്ടത്. പക്ഷേ സംഭവിച്ചത് എന്താണ് നമ്മൾക്കറിയാമല്ലോ. റസൂലുള്ളാഹി ഒരു കാര്യം കൂടെ പറഞ്ഞു, ലോകത്തിലുള്ള സർവ്വ ചരാചരങ്ങളും മനുഷ്യരും ജിന്നുകളും ഒക്കെ കൂടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? അലാ അയ്യംഫഊക, നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവരൊരുമിച്ച് കൂടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ യംഫഊക ഇല്ലാ മാ ഷാ അല്ലാഹ്,
പടച്ചവൻ വിചാരിച്ചാലല്ലാതെ ഒരു ഉപകാരം ചെയ്യാൻ അവരോട് വിചാരിച്ചാലും സാധ്യമല്ല തന്നെ. നിനക്കൊരു ഉപദ്രവം വരുത്താൻ ലോകം മുഴുവനും തീരുമാനിച്ചാലും പടച്ചവൻ വിചാരിച്ചാലല്ലാതെ അവർക്ക് ഉപദ്രവം വരുത്താൻ, നിനക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പടച്ചവൻ ഖുർആനിൽ വെല്ലുവിളിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, പടച്ചവന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവര്, ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, എനിക്കൊരു ദുരിതം, എനിക്കൊരു പ്രയാസമുണ്ടാക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ആ ദുരിതം നീക്കാൻ, ആ പ്രയാസം നീക്കാൻ പടച്ചവനല്ലാതെ ആർക്കാണ് സാധിക്കുക? ഇതിൽ അല്ലാഹു അല്ലാത്തവരെന്ന് പറയുന്നവരിൽ അല്ലാഹു അല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഉൾപ്പെടുമെന്നതിൽ തർക്കം വേണ്ട. ഔഅറാദനി ബിറഹ്മ, എനിക്കൊരു കാരുണ്യം തരാൻ തീരുമാനിച്ചു പടച്ചവൻ. ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി, ആ കാരുണ്യത്തെ തടുത്തു വെക്കാൻ, അതിനെ പിടിച്ചു വെക്കാൻ പടച്ചവനല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, രഹസ്യങ്ങൾ പറയാൻ, പരസ്യങ്ങൾ പറയാൻ, നൊമ്പരങ്ങൾ ഇറക്കി വെക്കാൻ, ദുരിതങ്ങൾ ഇറക്കി വെക്കാൻ, തമ്പുരാനെ എന്ന് വിളിച്ചു കേടാൻ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അടിമക്ക് അല്ലാഹു പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പടച്ചവൻ തന്നെ പറയുന്നത് ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, വരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണവൻ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ് ആ പടച്ചതമ്പുരാൻ. ആ പടച്ചവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ സംഭവിക്കുന്നത് ലോകത്തിൽ തല തിരിച്ചാണ്. ഇതിൽ അത്ഭുതം വേണ്ട, ഇത് സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, ഭൂരിപക്ഷം ആളുകളിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഭൂരിപക്ഷം ആളുകളും പടച്ചവനിൽ ഈമാനുള്ളവരാണ്. പക്ഷേ വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, പക്ഷേ ശിർക്ക് ചെയ്യുന്നവരുമാണ്. ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, ശിർക്ക് ചെയ്യുന്നു എന്ന് ഖുർആനാണ് പറയുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാനിന്റെ കൂടെ ശിർക്ക് കൂട്ടിക്കലർത്തുകയും ചെയ്തവരാരോ, ഉലൈക ലഹു, ശിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുന്നവരാരോ, ഉലൈക ലഹുൽ അംനു, അവർക്കാണ് നിർഭയത്വം. ആരെയും പേടിക്കേണ്ടതില്ല, ആരുടെയും കുരുത്തക്കേടിനെ പേടിക്കേണ്ടതില്ല, ആരുടെയും ബർക്കത്തുകേട് പേടിക്കേണ്ടതില്ല. അത് സംഭവിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം പോലെ അത് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അത്തരം ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്. അപ്പോൾ ശിർക്കിന്റെ കൂടെ തൗഹീദിന്റെ കൂടെ ശിർക്ക് സംഭവിക്കും. ശിർക്കും തൗഹീദും ഒരു നേർരേഖക്കപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു വരാം. ആ ദുരിതം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കേൾക്കുന്ന, ഇത് പിന്നീട് കേൾക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു. എല്ലാവരും അണിയണിയായി ചേർന്ന് നിന്ന് പടച്ചവനാണ് വലിയവൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നയാളും അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു. ഇവര് പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ, ഞങ്ങളെ നല്ലവരാക്കണമേ റബ്ബേ. ഞാൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, എന്നിട്ട് പോലും എന്റെ മനസ്സ്, എന്റെ വികാരം, എന്റെ ചിന്ത എന്റെ മുസ്ലിങ്ങളെ കുറിച്ചാണ്. അവരെയൊക്കെ റബ്ബേ ഞങ്ങളെ നീ നേർവഴിക്ക് നയിക്കണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. ഉലൈകല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്സുന ഉലൈക റഫീഖാ. നബിമാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീയാക്ക്, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീയാക്ക്, സിദ്ദീഖുമാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീയാക്ക് റബ്ബേ. ഈ നല്ലവരായ മഹത്തുക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ നീയാക്ക്.
ആരാണിത് പറയുന്നത്? 5 നേരം പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന മുസൽമാനാണ് ഇത് പറയുന്നത്. ഇതിനൊരു വിശദീകരണം കൂടെ വേണം. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോ നമ്മുടെ ഉസ്താദുമാര് നമ്മളോട് പറഞ്ഞിരുന്നു, നാവുക മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം കലിമത്തു ഷഹാദത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പടച്ചവനല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അത് ഞാൻ നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. ഇത് പറയുന്ന മുസൽമാനെ കൊണ്ട് പടച്ചവൻ പറയിപ്പിക്കുന്നത് ഞങ്ങളെ നേർവഴിക്കാക്കണമേ എന്ന്. എന്തേ കാരണം? അത് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, വീണ്ടും പറയുന്നു, വഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ, നിന്റെ കോപം ഏറ്റുവാങ്ങിയ ജൂതന്മാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീയാക്കല്ല റബ്ബേ. അതുപോലെ വഴിവെടച്ചുപോയ വേദക്കാരുടെ കൂട്ടത്തിലും ഞങ്ങളെ നീ ആക്കല്ല റബ്ബേ. എന്തേ അങ്ങനെ പറയാൻ? ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി പ്രഖ്യാപിച്ച ഓരോടിമയോടും നിർബന്ധമായും ഒരു ദിവസം 17 പ്രാവശ്യം ആവർത്തിച്ച് പറയിപ്പിക്കുന്നത് എന്തിനാ? അവരുടെ മാർഗത്തിലേക്ക് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ വേദക്കാരെയും ജൂതന്മാരെയുമാണ്. അവരുടെ പ്രവാചകന്മാരുടെ അസറുകൾ തേടിയലയുന്ന ആ സമ്പ്രദായം പോലും മുസ്ലിങ്ങൾ കടമെടുത്തു തുടങ്ങിയിരിക്കുന്നു. അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ജാരങ്ങളും പൂജാ കേന്ദ്രങ്ങളുമാക്കിയത് മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു. തിരുമേനി പറഞ്ഞത് മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് റസൂലുള്ള കൊടുത്ത മുന്നറിയിപ്പാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെ, വേദക്കാരെ അല്ലാഹു ശപിച്ചത് അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കിയത് കൊണ്ടാണ്. ആ രൂപമാണ് ഇന്ന് മുസ്ലിങ്ങൾ പിന്തുടരുന്നത്. എവിടെയൊക്കെ ജാരങ്ങളുണ്ടോ, എവിടെയൊക്കെ മസാറുകളുണ്ടോ, എവിടെയൊക്കെ ആരാധിക്കപ്പെടുന്ന പൂജ ചെയ്യപ്പെടുന്ന മഖബറകളുണ്ടോ, ആ മഖബറകൾക്ക്, ആ മസാറുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത പേര് ബിംബം എന്നാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചവനെ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ, വിഗ്രഹമാക്കരുതേ, വാസന ആക്കരുതേ എന്ന് പറയുന്നത് പൂജ ചെയ്യപ്പെടുന്ന, പടച്ചവനല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന ഖബറുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത പേര് ബിംബമെന്നാണ്. ആ ബിംബാരാധനയാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളല്ലാതെ. ഞാൻ നീട്ടിപ്പരത്തുകയല്ല, അവസാനിപ്പിക്കുകയാണ്. കൂട്ടരെ, ISMന്റെ കർമ്മധീരരായ ചെറുപ്പക്കാരെ, 90% ചെറുപ്പക്കാരണിനിറന്ന ഇതുപോലെ ഒരു സമ്മേളനം ഇസ്ലാഹി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ചെറുപ്പക്കാരോട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ ധീരോദാത്തമായ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരോടും അണികളോടും നമ്മൾക്ക് പറയാനുള്ളത്, നമ്മളല്ലാതെ ഈ ശബ്ദമുറക്കെ പറയാൻ ഇനി കേരളത്തിലും ആരുമില്ല. കേരളത്തിൽ ആരുമില്ല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ, അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കരുതെന്ന് പറയാൻ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മുജാഹിദുകളെ, നമ്മളല്ലാതെ ആരുമില്ല, നമ്മളല്ലാതെ ഒരു പടപ്പുമില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. തിരുമേനി പറഞ്ഞ ആ മുന്നറിയിപ്പ് ഈ സമൂഹത്തെ നോക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാത്ത, പടച്ചവന്റെ മുമ്പിൽ നെഞ്ചു പൊട്ടിക്കരയാത്ത, അള്ളാഹുവിന്റെ മുമ്പിൽ കമഴ്ന്നു വീഴാത്ത സാധുക്കളായ പാവങ്ങളായ മനുഷ്യരെ, അല്ലാഹുവല്ലാത്ത മരിച്ചുപോയ മഖബറകളുടെ, മഹാത്മാക്കളുടെ മഖബറകളുടെ മുമ്പിൽ തലതല്ലിക്കരയുന്ന, നെഞ്ചു പൊട്ടിക്കരയുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പറഞ്ഞ പ്രവചനം എത്രമേൽ പുലർന്നു എന്ന് ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നത്, വഇദാ ദുക്കിറല്ലാഹു വഹദാ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന
വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബ്ശിറൂൻ. പടച്ചവനെ മാത്രമെന്ന് പറയപ്പെട്ട അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരുടെ, പടച്ചവനിൽ വിശ്വാസമില്ലാത്തവരുടെ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. ആ വെറുപ്പ് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇദാ ഹും യസ്തബ്ശിറൂൻ, അവർ പുഞ്ചിരിക്കുകയായി. ഈ വിശ്വാസത്തിൽ നിന്ന് ഈ ആളുകളെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുവരണം. വഴിത്തിപ്പോയ ആ ആളുകളെ, അനാഥായ പോയ കടപോയ ആ കുഞ്ഞാടുകളെ തിരിച്ചു പോലെ മുജാഹിദുകളെ നമ്മുടെ ദൗത്യത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ആ ചങ്ങാതിമാരെ നമ്മുടെ ഈ പാളയത്തിൽ എത്തിക്കണം. ഈ തൗഹീദിന്റെ അണിയിൽ അവർ അരിനിരത്തണം. അവരെ തീർച്ചയായും അവർക്ക് വിവേകമുണ്ടാകുമെന്നും അവർക്ക് സത്യം പുലരുമെന്നും നമ്മളെന്നും പ്രതീക്ഷിക്കുന്നവരാണ്. അതാണ് നമ്മുടെ മേന്മ. ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ അസ്തമിക്കുന്നില്ല. ആ തന്നെയാണ് ഇത് പറയുന്നത്. നമ്മുടെ വിവേകമുണ്ടാവും, ആ ചെറുപ്പക്കാർ തിരിച്ചു വരും എന്ന ശുഭാപ്തി വിശ്വാസം എന്നും നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ആവർത്തിക്കുന്നത്. പടച്ചവന്റെ റസൂല് പറഞ്ഞ ആ പ്രവചനം ഇവിടെ പുലരുന്നുവെങ്കിൽ നമ്മള് ഈ ആളുകളെ തിരിച്ചു വിളിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിലേറെ നല്ല ഒരു കാര്യമില്ല. ആ ക്ഷണമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതോടൊപ്പം അമലസ്വാലിഹകൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അഭിമാനത്തോടെ, അന്തസ്സോടെ, അതിലപ്പുറം വിനയത്തോടു കൂടെ പറയുക. ഇങ്ങനെയുള്ള ഒരാളാകാനാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സമാപന സമ്മേളനമാണ്. നമ്മുടെ പൊതുയോഗങ്ങളുടെ ആയിരക്കണക്കിന് പ്രചരണ യോഗങ്ങളുടെ ഒരു സമാപന സമ്മേളനം. പക്ഷെ ഇത് സമാപിക്കുകയില്ല. അടുത്ത വർഷം വരുന്ന വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മുജാഹിദ് സമ്മേളനത്തിലേക്കുള്ള ഒരു വിളിയാളത്തിന്റെ തുടക്കം കൂടെയാണിത് എന്ന് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ സ്വരം അത് കേൾപ്പിക്കാൻ നമ്മളെയുള്ളൂ. ഈ വിശ്വാസത്തിന്റെ തെളിഞ്ഞ വീതിയിൽ, ഈ വിശ്വാസത്തിന്റെ തെളിഞ്ഞ വെള്ളത്തിൽ എന്നും മുങ്ങി നിവരാനും, ഈ തെളിമയാർന്ന പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുവാനും ഓരോരുത്തർക്കും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശിർക്കിനെ വിപാടനം ചെയ്യുക. അതിന്റെ അരികും മൂലയും ചെത്തിക്കളയുക. നിസ്സാരമെന്ന് തോന്നുന്നതിനെ പോലും ഇല്ലായ്മ ചെയ്യുക. സംശയമുള്ളതിൽ നിന്ന് മാറി ഉറപ്പുള്ളതിൽ നിലനിൽക്കുക. ബഹുമാന്യനായ CP ഓതിയതുപോലെ നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ കേൾവി, നിന്റെ തലച്ചോറ് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അറിവില്ലാത്തതിന്റെ കൂടെ പോകരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുക. പടച്ചവനോട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിച്ചു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹ്രസ്വമായ വാക്കുകളിൽ വിശ്വാസവിശുദ്ധിയുടെ ആത്മനിർവൃതിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ച മൗലവി ഷഫീഖ് അസ്ലമിന് കൃതജ്ഞത. ശ്രദ്ധിക്കുക, വനിതാ സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിൽ വനിതകളെ കൊണ്ട് നിറഞ്ഞതിനാൽ ഇനി സഹോദരിമാരെ വനിതാ സമ്മേളന ഹാളിലേക്ക് പറഞ്ഞേക്കേണ്ടതില്ലെന്ന് മാന്യ പ്രതിനിധികളെ അറിയിക്കുകയാണ്. മറ്റൊരു സംഗതി, സദസ്സിലുള്ള പ്രതിനിധികൾ പരമാവധി ഒതുങ്ങിയിരുന്ന് സദസ്സിന്റെ ഇരുഭാഗങ്ങളിലുമായി നിൽക്കുന്ന ആളുകൾ സദസ്സിലേക്ക് കയറിയിരുന്ന് സമ്മേളനം ഭംഗിയാക്കാൻ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, വനിതകൾക്ക് വേണ്ടി മാത്രം യുവത ബുക്ക് ഹൗസ് ഒരുക്കിയതിനാൽ അതിന്റെ വിജയത്തിനു വേണ്ടി വനിതാ വളണ്ടിയർമാർ പരമാവധി യുവത ബുക്ക് ഹൗസിലെ വനിതകൾക്ക് വേണ്ടിയുള്ള സ്ഥലത്ത് എത്തിച്ചേരണം എന്ന് യുവത കൺവീനർ അറിയിക്കുന്നു. ഇസ്ലാഹി നവോത്ഥാന ചരിത്രത്തിൽ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആദരണീയനായ ഒരു വ്യക്തിത്വമുണ്ട്. എന്റെ അവസാനത്തുള്ളി രക്തം വരെ അന്ധവിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണെന്ന് പ്രഖ്യാപിച്ച് നിയമസഭയിൽ ഇസ്ലാഹിന്റെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിച്ച യുവനാടിന്റെ നവോത്ഥാന